ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ നമ്മൾ ബ്രൈറ്റനെ 2-0 തോപ്പിച്ചിരിക്കുകയാണ് കാരബോ കപ്പിൻ്റെ 4th റൗണ്ടിൽ. വളരെ കംഫർട്ടബിൾ വിക്ടറി എന്ന് തന്നെ പറയണം. മൊത്തത്തിൽ അഴിച്ചു പണിഞ്ഞ ഒരു ടീമായിരുന്നു. ഗോൾ കീപ്പർ കെപ്പ, ബാക്ക് ലൈൻ പറയുകയാണെങ്കിൽ ബെൻ വൈറ്റ്, ഹിൻകപ്പിയെ, മൊസ്കേറ, MLS. മിഡ് പറയുകയാണെങ്കിൽ നമ്മുടെ നോർഗാർഡ്, മെറീനോ, എസെ ഒരു നമ്പർ 10 പൊസിഷനായിട്ടാണ് കളിച്ചത്. പിന്നെ വിങ്ങിലേക്ക് വരികയാണെങ്കിൽ മാക്സ് ഡോമൻ, ഈത്തൻ വെനിയറി. അനനൂസ് എന്ന് പറയുന്ന പുതിയൊരു അക്കാഡമി പ്ലെയറിനെയാണ് സ്ട്രൈക്കറായിട്ട് ഇട്ടത്. സോ ഈ ഒരു അഴിച്ചുപണി കാരണം ബ്രൈറ്റൺ നല്ല ഡോമിനേറ്റിംഗ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ്. എസ്പെഷ്യലി ഫസ്റ്റ് 10 to 15 മിനിറ്റ്സ് അവർക്ക് ക്ലിയർ കട്ട് 1-2 ചാൻസസ് കിട്ടിയായിരുന്നു. ക്ലിയർ ത്രൂ ഓൺ ഗോൾ എന്ന് തന്നെ പറയണം. പക്ഷേ എന്നിട്ടും അവർക്ക് അതൊന്ന് ഫിനിഷ് ചെയ്യാനുള്ള ഒരു ക്ലിനിക്കാലിറ്റി ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. പിന്നെ വി സ്റ്റാർട്ടഡ് സ്റ്റെപ്പിങ് അപ്പ്. സെക്കൻഡ് ഹാഫിൽ നമ്മൾ നന്നായിട്ട് കളിച്ചു ഓണസ്റ്റ്ലി. സോ ആ ഒരു ഗോൾ, നമ്മുടെ ഫസ്റ്റ് ഗോൾ, നമ്മുടെ ഓപ്പൺ പ്ലേ എന്നുള്ള ഒരു ഫസ്റ്റ് ഗോൾ, മെറീനോടെ ആ ഒരു ബാക്ക് ഹീൽ പാസ്, കിടിലൻ പാസ് ആയിരുന്നു. ആൻഡ് ഈത്തൻ വെനിയറി ഹി ഫിനിഷ്ഡ് ഇറ്റ്. നല്ല പ്ലേസ് ചെയ്തു. ആ ഷോട്ടിന് പവറല്ല, ആ ഗോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഷോട്ടിന് പവറല്ലായിരുന്നു. നല്ല രീതിയിൽ പ്ലേസ് ചെയ്തൊരു ഗോള്. ആ ഗോൾ കഴിഞ്ഞപ്പോഴാണ് പിന്നെ കുറേ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നത്. സാക്ക വരുന്നു, ടിംബർ വരുന്നു, ഗ്യാബ്രിയേൽ വരുന്നു, അങ്ങനെ കുറേ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്നു. ആ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മുടെ സെക്കൻഡ് ഗോൾ വരുന്നത്. സെക്കൻഡ് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിംബറിൻ്റെ, നമ്മൾ അത്ലറ്റിക്കോമീറ്ററിൽ MLS എങ്ങനെയാണോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെ ഡ്രൈവിംഗ് റണ്ണ് നടത്തിയത്, ഏതാണ്ട് അതുപോലെ ടിംബർ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഒരു ഡ്രൈവിംഗ് റണ്ണ് നടത്തുന്നു. നമ്മുടെ ആ പുതിയ പ്ലെയർ അനനൂസിന് ഒരു ത്രൂ ബോൾ കൊടുക്കുന്നു. അനനൂസ് അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അർട്ടറ്റേനെ ഇമ്പ്രസ് ചെയ്യാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അനനൂസ് അത് ഷോട്ട് എടുക്കുന്നു, പക്ഷേ ആ ഷോട്ടിന് പവറും ഇല്ലായിരുന്നു. ഒരു പ്ലേസ്മെൻറ്റും ഇല്ലായിരുന്നു. സോ അത് ഈസിലി ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു. അത് റീബൗണ്ട് സാക്കയ്ക്ക് കിട്ടുന്നു, സാക്ക അത് ഫിനിഷ് ചെയ്യുന്നു. ഇന്നത്തെ കളിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കോർ ചെയ്ത 2 ഗോളും ഓപ്പൺ പ്ലേയിൽ നിന്നാണ്. സോ ഇന്നലത്തെ കളി ആർക്കും നമ്മളെ സെറ്റ് പീസ് FC എന്ന് പറഞ്ഞ് കളിയാക്കാൻ പറ്റത്തില്ല. പിന്നെ ഇന്നലത്തെ കളി, ബാക്കിയുള്ള കളികൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചെൽസി ജസ്റ്റ് എസ്കേപ്പ്, ലിവർപൂള് തോറ്റു. പക്ഷേ ലിവർപൂള് കംപ്ലീറ്റ്ലി ഒരു ഡിപ്ലീറ്റഡ് ടീമിനെയാണ് ഇറക്കിയത്. മാൻ സിറ്റി ജയിച്ചു, ടോട്ടൻഹാം തോറ്റു. സോ ഇങ്ങനെയാണ് ബാക്കിയുള്ള ടീംസൊക്കെ പെർഫോം ചെയ്തത്. സോ എനിവേ, നമ്മൾ ആരാണ് നെക്സ്റ്റ് റൗണ്ടിൽ കളിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. ഡ്രോ ഉടനെ നടക്കും. സോ അതിനെപ്പറ്റി നമുക്ക് വേറൊരു വീഡിയോ പിന്നെ ചെയ്യാം. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ.